നടൻ സിദ്ദിഖിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ടോ? എല്ലാ സാധാരണക്കാരും ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണിത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഇത്തരം സ്ത്രീപീഡന കേസുകളിൽ വ്യക്തമായ സുപ്രീം കോടതി വിധിയുണ്ട്. അത്തരം വിധികളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി ജഡ്ജി ഈ വ്യക്തിക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെയുള്ള സുപ്രീം കോടതി വിധികളെ മറികടന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടാൻ സിദ്ദിഖിന് സാധിച്ചാൽ അതൊരു വലിയ അത്ഭുതമായിരിക്കും. കാരണം മുൻകാല വിധികളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ പിൽക്കാലത്തുള്ള വിധികൾ ഉണ്ടാകത്തുള്ളൂ. നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യ അപേക്ഷയുമായിട്ട് നേരെ പോയത് ഹൈക്കോടതിയിലേക്കാണ്. അത് അദ്ദേഹത്തിന് വിനയായി തീർന്നു. നടൻ മുകേഷ് ജാമ്യഹർജിയുമായി പോയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, ഇടവേള ബാബുവിന് ജാമ്യം കിട്ടി, അഡ്വക്കേറ്റ് ചന്ദ്രശേഖറിന് ജാമ്യം കിട്ടി. അങ്ങനെ ചെല്ലുന്നവർക്കെല്ലാം ജാമ്യം കിട്ടി. ഇഷ്ടം പോലെ ജാമ്യം കിട്ടുന്ന ഇത്തരം കോടതിയിലുള്ളപ്പോഴേ എന്തുകൊണ്ടാണ് മുകേഷിനെ പോലെ പോകാതെ സിദ്ദിഖ് നേരെ ഹൈക്കോടതിയിലേക്ക് പോയത്? അദ്ദേഹത്തിന് ഇതൊന്നും അറിയാൻ വയ്യേ? ഇതൊന്നും അറിയാൻ മേലാത്ത ഒരു മണ്ടനാണോ അദ്ദേഹം? ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചത് തിരുവനന്തപുരത്തുള്ള മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ്. അപ്പോൾ സംഭവം നടന്നത് തിരുവനന്തപുരത്തായതുകൊണ്ട് വേണമെങ്കിൽ തിരുവനന്തപുരത്തുള്ള പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പോകാമായിരുന്നു. അദ്ദേഹം അവിടെ നിന്നും പോയില്ല. അദ്ദേഹം നേരെ പോയത് ഹൈക്കോടതിയിലേക്കാണ്. ഹൈക്കോടതി ഈ കേസ് വളരെ വിശദമായി പരിഗണിച്ചു. ഇരയുടെ ആർഗ്യുമെൻ്റൊക്കെ കേട്ടു. അവർക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ അതെല്ലാം കേട്ടു. അതിനുശേഷമാണ് ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചത്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ കേസിലെ നിലമ്പോക്ക് പോലെ വരിക, ചോദ്യം ചെയ്യൽ നടത്തുക, പിന്നെ വീണ്ടും കാറിൽ കയറി സുഖമായിട്ട് വീട്ടിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം ചെയ്യലിൽ പോരാ. ഈ വിഷയത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള പീഡന ശ്രമങ്ങൾ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ ഇക്കാര്യത്തിൽ അനിവാര്യമാണെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത്. മുകേഷിനാണെങ്കിൽ ഈ ജാമ്യം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതിയിൽ നിന്ന് വിവിധ കേസുകളിൽ കിട്ടിയിട്ടുണ്ട്. വടക്കാഞ്ചേരി പീഡനം നടന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. പക്ഷേ അതിനും ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ജാമ്യം കിട്ടി. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു പീഡനത്തിന് ഇവിടെ നിന്നും എറണാകുളത്ത് നിന്നും ജാമ്യ ഹർജി കൊടുത്തുകൊണ്ട് മുൻകൂർ ജാമ്യം വേണമെങ്കിൽ സിദ്ദിഖിന് നേടാമായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹം അതിനെ ശ്രമിച്ചില്ല? വളരെ നിസ്സാരമായിട്ടായിരിക്കും അദ്ദേഹം ഇതിനെ കണ്ടത്. ഏതായാലും മുൻകൂർ ജാമ്യം തള്ളിയ സ്ഥിതിക്ക് ഉടൻ തന്നെ അറസ്റ്റിലാകേണ്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ നിയമം സാധാരണക്കാർക്ക് ഒരു വഴിക്കും സമ്പന്നന്മാർക്കും സ്വാധീനമുള്ളവർക്കും അത് വേറൊരു വഴിക്കുമാണല്ലോ പോകാറുള്ളത്. അതുകൊണ്ട് സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല. അദ്ദേഹം പോലീസിൻ്റെ സംരക്ഷണയിൽ കഴിയുന്നത് കൊണ്ട് പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയൊക്കെ ഒളിത്താവളങ്ങളിൽ അദ്ദേഹത്തിന് പോലീസിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ഒളിവിൽ കഴിയാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം അറസ്റ്റിലാകും എന്നൊരു ഭീതി വേണ്ട. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ധാരാളം ആളുകളുണ്ട്. ഇനി സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കീഴടങ്ങാവുന്നതാണ്. അത്രയ്ക്കുള്ള കാര്യമേ ഉള്ളൂ. അതല്ലാതെ ഇത്തരത്തിലുള്ള പോലീസ് ഒത്തുകളി നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും പേടിക്കാനില്ല. അദ്ദേഹം സുരക്ഷിതനാണ്. കാരണം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പിന്നെ ആരെ പേടിക്കാനാണ്? ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അവിടെ സ്വസ്ഥമായിട്ടിരിക്കാം. ടി വിയൊക്കെ കണ്ടോ, ഫോണൊക്കെ വിളിച്ചോ, സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് ഈസിയായിട്ട് സമയം കളയാം. പ്രഗത്ഭരായ അഡ്വക്കേറ്റുമാരൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ നേരത്തെയുള്ള അനുഭവം വെച്ചാൽ
ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസ് നോക്കിയാലും ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന സഭയിലെ വൈദികരുടെ സ്ത്രീപീഡന കേസുകൾ സംബന്ധിച്ചൊക്കെ നോക്കിയാലും സുപ്രീം കോടതി വരെ ജാമ്യത്തിന് പോയിട്ടുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എല്ലാം ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത്. അവസാനം പോലീസിനെ കീഴടങ്ങേണ്ടതായിട്ട് ആ പ്രതികൾക്കൊക്കെ വന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധിയെ ജനങ്ങൾ വളരെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്.